ഹായ് ഫ്രണ്ട്സ്, KR വ്ളോഗ്സിൻ്റെ പുതിയയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ആരും KR പറയുമ്പോൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നമ്മുടെ പഴയ കിച്ചൂസ് തന്നെയാണ്. കിച്ചൂസും വ്ളോഗ്സും KR വ്ളോഗ്സും ഒന്ന് തന്നെയാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ KR വ്ളോഗ്സിന് നമ്മൾ പേര് മാത്രം മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ KR വ്ളോഗ്സിൻ്റെ പുതിയയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ഇന്നപ്പോൾ കഴിഞ്ഞൊരു അതിൽ മുളകിട്ട വീഡിയോയിൽ ഞങ്ങൾ തന്നെ ഞങ്ങളെ ട്രോളി. അപ്പം ഇതിൽ ഞങ്ങൾ തന്നെ ഞങ്ങളെ കളിയാക്കും എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വന്തം കിച്ചൂസ് അഥവാ KR. അപ്പോൾ ഞാൻ പാത്രം അടുപ്പത്ത് വയ്ക്കാൻ പോവാണ്. അയ്യോ, പാത്രം അടുപ്പത്ത് വയ്ക്കുന്നത് ഇതിൻ്റെ ക്യാമറ ഇടണം. അതിന് മുന്നേ ഒന്ന് ഇൻട്രോ പറയട്ടെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ പറയുമ്പോൾ കണ്ടതിന് മനസ്സിലാക്കാം, അല്ലാതെ എനിക്ക് വായിൽ വരുന്നില്ല. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കാണുക മറ്റോ ഗ്യാസിൻ്റെ അടി ഓഫ് ചെയ്ത് ഗ്യാസിൻ്റെ മുകൾ കത്തിച്ച് എൻ്റെ അമ്മ ഒരു ബുദ്ധിമതി തന്നെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത്രത്തോളം ഉള്ളി എടുത്തു ഞങ്ങൾ. അവിടെ വയ്ക്കൂ. എന്തിനാ? എനിക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പനെ തൂക്കും. തൂക്കിക്കോളൂ. എല്ലാവരും പ്യൂർ കോക്കനട്ട് ഓയിലിൻ്റെ പാത്രത്തിലുള്ള നോർമൽ എണ്ണ. കോക്കനട്ട് ഓയിൽ ഇപ്പം എന്താ വില? അത് ഒത്തിരി വിലയാണ്. വെളിച്ചെണ്ണയുടെ പാത്രം മാത്രം വെച്ചിട്ട് വായി മതിയാവുമോ എണ്ണ? മതിയാവുമായിരിക്കും എന്ന വിശ്വാസത്തോടെ നിങ്ങൾ സ്വന്തം കിച്ചൂസ്. വേറൊന്നല്ല, പിന്നെയും പറയണ്ട നമുക്ക് പ്രേക്ഷകർക്ക് സർപ്രൈസ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കിച്ചൂസ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വെളുത്തുള്ളി അച്ചാറാണ് എന്ന് പറഞ്ഞ് ഞാൻ സർപ്രൈസ് തരുന്നു. അപ്പോൾ നമുക്ക് കാക്ക സർപ്രൈസ് പൊളിച്ചില്ല, സർപ്രൈസ് ആണിത് കേട്ടോ. നിങ്ങൾ ഇത് കേൾക്കുന്നത് ഈ വീഡിയോൻ്റെ പാതിയാവുമ്പോഴേ കേൾക്കാൻ പാടുള്ളൂ. സോ ഇതൊരു സർപ്രൈസ് ആവും. പാതിയിടുന്ന എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി തോടൊക്കെ കളഞ്ഞു വെച്ചാൽ നമ്മുടെ സുന്ദരിമണിയായ മുല്ലമുട്ട് പോലുള്ള കാണുമ്പോൾ തന്നെ ഭയങ്കര ചന്തമായി തോന്നും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചൂടാക്കാം. അപ്പാവത്തെ ഇട്ട് ചൂടാക്കി കൊല്ലുന്നു. സേഫ്റ്റി ഫസ്റ്റ്. നീങ്ങിയിട്ടില്ല ഞാൻ. ധൈര്യവാൻ 2 കിലോമീറ്ററേ പോയിട്ടുള്ളൂ കേട്ടോ. അതും പഠിക്കണം. നമ്മുടെ പിക്കിൾ പൗഡർ ഈ ബ്രാഹ്മിൻസ് പിക്കിൾ പൗഡർ. അതിൻ്റെ ഇതൊന്നും അല്ല, എന്താ പറയാ, പ്രമോഷൻ ഒന്നുമല്ല. നമ്മൾ ഇന്നിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അതാണ് കണ്ടത്. നല്ലൊരു എന്താ പറയാ, ഈ വെളുത്തുള്ളി നമ്മൾ കൊറോണ വന്ന ടൈമിലാണ് വറുത്തിട്ട് കഴിച്ച ഓർമ്മയില്ല. ഇമ്മ്യൂണിറ്റി പവർ, ഇതെന്താ പൊട്ടിത്തെറിക്കുന്നേ? സംഭവമാണ്. ഒരു ആയുർവേദ ഇതെന്താ പൊട്ടിത്തെറിക്കുന്നേന്ന് ജസ്റ്റ് ചൂടാവുന്നുണ്ടോ ഐറ്റംസ് അടങ്ങിയതാണെന്ന് പറയാം. നമ്മൾ എന്താ പറയുക, നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സാധനം തന്നെയാണ് വെളുത്തുള്ളി. ഗ്യാസ് ട്രബിൾ പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും ഇത് വെളുത്തുള്ളി കഴിക്കുവാണെങ്കിൽ നല്ല വ്യത്യാസങ്ങളും ഗുണങ്ങളും കിട്ടും. എല്ലാവരും ഭക്ഷണത്തിലും കഴിക്കാത്ത ആളുകളുണ്ട്, കഴിക്കാൻ പറ്റുന്നവർ മാക്സിമം ഉൾപ്പെടുത്തുക. ഡോക്ടർ മാഡം, ഞാൻ വെളുത്തുള്ളി കഴിക്കാറില്ല. ഡോക്ടർ ആയതുകൊണ്ട് പറയുന്നത്. ഞാൻ ഡോക്ടറൊന്നും അല്ലാട്ടോ. ഡോക്ടറല്ല, ഡോക്ടറിൻ്റെ അടുത്ത സ്റ്റാഫാണ്. അതുകൊണ്ട് ഡോക്ടർ പോലെ ഇത്തിരിയൊക്കെ പൊടിക്കൈകൾ അറിയാം, പക്ഷെ ഡോക്ടറിൻ്റെ അത്ര എത്തിയിട്ടില്ല. പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ഒന്നുമല്ലേ, ഇനി ആവശ്യമില്ലാണ്ട് ട്രോളി ഇത് എങ്ങോട്ടാ പോകുന്നു? ഒരു ഡോക്ടറിൻ്റെ അവിടെ പണിയെടുക്കുന്ന സ്റ്റാഫ് തന്നെയല്ലേ. അപ്പൊ ചെറിയ ചെറിയ പൊടിക്കൈകൾ അറിയും. വെളുത്തുള്ളി നമ്മൾ നിത്യ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഘടകം തന്നെയാണ് കേട്ടോ. അതിന് സ്റ്റാഫ് ആയതുകൊണ്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം. അല്ല എൻ്റെ അമ്മ മാത്രം പൊടിക്കൈയായി പഠിച്ചിരിക്കും, മുമ്പൊന്നും അറിയില്ല. എല്ലാ വീട്ടമ്മമാർക്കും അറിയാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് മാത്രം അറിയില്ല, ബാക്കി എല്ലാവർക്കും അറിയാം. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇതെന്താ സൗണ്ട്? നമ്മളെ മുല്ലമുട്ട് പോലുള്ള വെളുത്തുള്ളി സൗണ്ട് ഉണ്ടാക്കാതിരിക്കണ വെളുത്തുള്ളി എണ്ണയിൽ കുളിപ്പിച്ച് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പം അതൊന്നും അപ്പൊ എണ്ണയിൽ പൊള്ളില്ലേ, പാവത്തിന് പൊള്ളിച്ചു കൊല്ലുന്ന. കളർ മാറിയോ ഇല്ലയോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് പറയുന്നതാണ്. എനിക്ക് കളർ മാറിയോ ഇല്ലയോ നോക്കുമ്പോൾ കളർ മാറിയിട്ടില്ല. ഇത്തിരിശെ എന്തൊക്കെയൊക്കെയോ വ്യത്യാസങ്ങൾ കാണുന്ന പോലെ തോന്നുന്നു എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട കിച്ചൂസ്. എന്ത് ചെയ്യാൻ പോന്നെ? അക്ക
മക്കാൻ നല്ല മണം ഉണ്ട് ഇവിടെ. നല്ല 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 മണം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നല്ലോ. ആരും പോണ്ട, എൻ്റെ കഴുതരാൻ ഞാൻ നിർത്തി. ഇത് നമ്മുടെ ഉള്ളി ഏകദേശം ഇതായിട്ടുണ്ട്. ഇത് നമ്മൾ അച്ചാർ പൗഡർ കട്ട് ചെയ്യാണേ. കട്ട് ചെയ്തു. ഇത് കളയട്ടെ. കാണിച്ചു. അതിൽ നമ്മൾ ഈ ബ്രാഹ്മിൻ ഇൻഗ്രീഡിയൻസ് അയോഡിൻ സോൾട്ട് ഇതൊക്കെ വന്നിട്ടുണ്ടോ? എന്നിട്ട് നീരിഞ്ഞ് ചാവും. സത്യത്തിൽ ഞാൻ ഓടുവാണ് കേട്ടോ. വലിയുള്ളിയാ? വലിയുള്ളിയല്ല, കറിവേപ്പില ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ആകെ ചേർക്കാൻ പോകുന്ന ഒരു എക്സ്ട്രാ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലേശം വിനാഗിരി. എവിടെ? ഞാൻ എടുത്തിട്ട് വരാം. എവിടെ പറഞ്ഞാൽ മതി. അവിടെ ഉണ്ട്, ഞാൻ പോവാം. ശരി. നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട്. എണ്ണ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ കുറച്ചുകൂടെ. പക്ഷേ വേണ്ട, നമുക്ക് എണ്ണ അത്ര മതി. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അതിൽ ശ്വസിക്കല് ഇതിൻ്റെ മണം നല്ല അട്രാക്റ്റിംഗ് ആയിരിക്കുന്നുണ്ട്. വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. ഇത് ഇളക്കുന്നുണ്ട്. രണ്ടടി കാട്ടിക്കുന്നു, ഭയങ്കര കാറിയ ഒരു ഒരുപാട് വേണ്ട. ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. അതായിരിക്കും ചിന്ന ബ്രേക്ക്. എനിക്ക് ഇവിടെ കാറിൽ നിൽക്കാൻ വയ്യ. ബാക്കിലേക്ക് നിന്നോ? ഓയെന്ന് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് കുറയ്ക്കുമ്പോൾ കൂടെ നല്ല വേദനയാണ് അമ്മ വായി. നമ്മുടെ കമ്പി എന്ത് ചെയ്യും? കമ്പിയോ? കഷ്ടമായിട്ട് കാണാതായാലിപ്പോൾ. ആ കമ്പി കൊടുത്ത് ഇത് കൂടെ തെല്ലില്ല. ഇനിയെന്താ ചെയ്യില്ല? റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി വെച്ചാറ്. അപ്പം മറ്റേലൊക്കെ ഇത്തിരിയും കൂടെ വെള്ളം ഉണ്ടാവും. ഇത് നമ്മൾ എണ്ണയിലിട്ട് വാട്ടിയെടുത്തു. ഒരുമാതിരി റോസ്റ്റ് ടൈപ്പിലെടുത്തു. ഇനി എന്താ ചെയ്യാ? കുപ്പിയിലാക്കാം, പ്ലേറ്റിലാക്കാം, ആറിട്ട് കൂടി കഴിക്കുക. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. നല്ല സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതായിരിക്കും ബൈ. നമ്മുടെ കറിവേപ്പില വലിക്കാൻ പോവുകയാണ്. എന്തിനാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ വലിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ടേ കൊടുക്കാം. അത്ര എനിക്കറിയൂ. എനിക്ക് ഞാൻ ഇൻട്രോ ഇടുമ്പോൾ പറയാം. ഇൻട്രോ ഇടാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ഇതൊക്കെ കറിവേപ്പില തന്നെയാണ്, അതിൽ പേടിക്കണ്ട. ഞാൻ മണത്ത് നോക്കാറ് ചെയ്യുക കറിവേപ്പിലാണോ ഇല്ലയോ. നമ്മൾ ഏകദേശം നമുക്ക് വേണ്ടത്ര എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇതാ നമ്മുടെ കറിവേപ്പില ഇത്രത്തോളം പറിച്ചിട്ടുള്ളൂ. നമ്മൾ അമ്മയ്ക്ക് കൊടുക്കാൻ പോവുകയാണേ. മമ്മി ഇത്ര പോരെ. ഇതാ നമ്മൾ ചെയ്യാൻ പോകുന്നതിനായിട്ട് ഉള്ളി, കറിവേപ്പില, എന്തെങ്കിലും പറയാം, തക്കാളി, മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏവരുടെയും സ്വന്തം കിച്ചൺ ട്രഷേഴ്സ് ബിരിയാണി മസാല. ഒരിക്കലും ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടല്ല, കിട്ടിയപ്പോൾ എടുത്ത് വാങ്ങിയതാണ് അല്ലേ, ഉള്ളതെടുത്താണ്. അപ്പോൾ ഞാൻ ഇൻട്രോ പറയട്ടെ. ഇനി ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടില്ല, 1 മിനിറ്റ് കഴിഞ്ഞു. ഇതിപ്പോൾ മസാല നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ബിരിയാണി ഉണ്ടാക്കാനാണ്. ഒരു കുക്കർ ബിരിയാണി ഓർ മുട്ട ബിരിയാണി. ഹേ ഹൂ ഹാ.
ഇതപ്പോൾ ഞാൻ തെളിക്കാം. വേണ്ട. ഇത് നമ്മൾ ഇപ്പുറത്തേക്ക് മാറ്റി മാത്രം കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് അപ്പുറത്തേക്ക് തന്നെ വയ്ക്കാം. കാണിക്കാം. ഞാൻ ഡബിൾ പോൺ എടുത്തു. അപ്പുറത്തേക്ക് വയ്ക്കുകയും ചെയ്തു, ഇപ്പുറത്തേക്ക് വയ്ക്കുകയും ചെയ്തു. പിന്നെ ഞാൻ ഇൻട്രോ പറയാൻ പോവാണേ. കിച്ചൺ വ്ളോഗ്സിൻ്റെ പരിപാടിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കണം. നമ്മൾ 10 മിനിറ്റ് വരെ പറഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. കിച്ചൺ വ്ളോഗ്സ് അല്ല, കെയർ വ്ളോഗ്സ് ആണ്. വഴി ചാനലിൽ പറഞ്ഞുകൊണ്ട് പോവാണ്, ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. ഇതായിരിക്കും. അപ്പോൾ നമുക്ക് കിടക്കാം. അവിടെ അമ്മ മുട്ട എന്തൊക്കെ ചെയ്താക്കുന്നുണ്ട്. പിന്നെ അവിടെ ഇൻട്രോവും പറയും. നമ്മൾ കുക്കർ ബിരിയാണി മീൻസ് കുക്കർ മുട്ട ബിരിയാണി. മുട്ട ബിരിയാണിക്ക് വേണ്ട നമ്മൾ കുക്കർ എടുത്തിട്ടുണ്ട്. എന്തെന്നൊക്കെ മുക്കർ ബിരിയാണിക്ക് വേണ്ട കുക്കർ നമ്മൾ എടുത്തിട്ടുണ്ട്. വേണ്ട ചട്ടക കൊടുത്തിട്ടുണ്ട്. മുട്ട ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ 2 പാക്കറ്റ്. ഇത് നമ്മുടെ ബിരിയാണി മസാല. ഇത് നമ്മൾ ഇത്തിരി ജീരകം കൊടുത്തിട്ടുണ്ട്. ഒരു പെരും ജീരകം. ഇനീഷ്യലാണ് പെരും എന്ന് തോന്നുന്നു. ഓക്കെ. നമ്മളൊരു പച്ചമുടിയിലെടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ പട്ടയാണ് കാണുന്നു. പട്ടയല്ലേ ഇത്? ഇതാ പട്ട. ഇനി കറാമ്പ് കൊടുക്കും. കറാമ്പ് കൊടുക്കാൻ പോണ്ടിട്ടു. മൈ ഗസ് ഒരിക്കലും തെറ്റാറില്ല. എൻ്റെ ഗസ് എപ്പോഴും ശരിയാവാറില്ല. നമ്മൾ പട്ട എടുത്തിട്ടുണ്ട്. ഇതെന്താ വെളിച്ചം മറിയുണ്ട് കേട്ടോ, ക്ഷമിക്കണം എല്ലാവരും. പിന്നെ നമ്മളിവിടെ അത്ര സെറ്റപ്പ് ആയതുകൊണ്ട് വെളിച്ചം മറിഞ്ഞാലും ക്ഷമിക്കാമല്ലോ. ഏലക്ക അത് അടച്ചു വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യുക, കുക്കർ ചൂടാക്കാൻ പോകുന്നുണ്ട്. കാലി കുക്കർ ചൂടാക്കാൻ വെച്ചു. നീലേക്ക് എന്തൊക്കെ ഇടും? ഇത് ചൂടാകുമ്പോൾ എന്താ എണ്ണയിലിട്ട് ഉള്ളി വഴറ്റി കോരി എടുക്കുകയാണ് എല്ലാവരും ചെയ്യുക. നമ്മൾ വഴറ്റും. ഞാൻ വഴറ്റിയിട്ട് അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യും. കേട്ടോ, അതിലെ എണ്ണ ഇല്ല, അതിൽ നിന്ന് വേണമെന്ന് പറഞ്ഞിട്ടാണ്. ഇതാണ് നമ്മുടെ കുച്ചൂസ് എന്ന കിച്ചൂസ്. ഈ പാവം കിച്ചുക്കുട്ടൻ നമുക്ക് ഇതാക്കടാ. എന്താ വേണ്ടേ? 2 വേണം. ഇതന്നെ ഇല്ല അതിനകത്താ. ചോദിക്കരുത് കേട്ടോ. അമ്മ നല്ലമ്മ. അത്ര നല്ലതൊന്നുമില്ല. എന്താ വെള്ളമൊക്കെ പോയ കുറച്ച് നെയ്യ് കണ്ടിപ്പിപ്പ്. ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ട് പരിപാടി. നെയ്യാണ് ഒഴിക്കേണ്ടത്. നെയ്യില്ല. തട്ടിക്കൂട്ട് പരിപാടിക്ക് നെയ്യ് ഒഴിക്കുന്നു. അവിടെ എണ്ണ ഒഴിക്കുന്നു. ഇറ്റ് ഈസ് മൈ മദർ. വേണ്ടേ ഇല്ലാത്ത സാധനത്തിൽ ഞാൻ എന്ത് ചെയ്യാൻ? നോ വെറൈറ്റി പിടിച്ചതാണ്. വെറൈറ്റി ഒന്നുമല്ല, ഇല്ല നെയ്യില്ല അവിടെ. പക്ഷെ നെയ്യില്ല പറയരുത്, നമ്മളെ താഴ്ക്കരുത്. വെറൈറ്റി പിടിച്ചാണ് നമ്മൾ. ക്യാമറ ഹൈറ്റ് പിടിച്ചിട്ട് ഞാൻ 2 കിലോമീറ്റർ അപ്പുറത്ത് പറയുന്നുണ്ട്. വെയിറ്റ് കാരണം ക്യാമറ അടഞ്ഞു പോകും. അവിടെ നമ്മൾ ഉള്ളിട്ടുണ്ട്. ഇത് ഷെഫ് മാസ്റ്റർ കിച്ചൂസ് തിളക്കാൻ പോവാണ്. ഇളക്കട്ടെ? ഇതിട്ടിട്ട് ഇളക്കട്ടെ? ഇതാ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് കൂടരുത്. ഞാൻ ഇളക്കാം. കാണി. നമ്മുടെ ഷെഫ് കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് അതായിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒരു ബ്രൗണിഷ് കളർ വന്നിട്ടില്ല, വരുന്നതേ ഉള്ളൂ.
ഇതെങ്കിലും ഉണ്ട് ഫ്രീസിന് വന്നോ വരും ഇത് കുറച്ച് നേരം കൊണ്ട് വന്നാൽ ബ്രൗണിഷ് ആയിക്കോളൂ. നല്ല മണം വരും. നീ എല്ലാത്തിൻ്റെയും മണം പിടിക്കാൻ നിൽക്കാനോ? വരും, അത് പെട്ടെന്ന് ബ്രൗണിഷ് ആവും. കുറച്ച് നേരം കൂടെ വെയിറ്റ്. അപ്പം മുത്തുമണീസ് നമ്മുടെ ഉള്ളിയുടെ കളർ നോക്കൂ, നല്ല ഗോൾഡൻ ആയിട്ടുണ്ട്. പിന്നെ ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്തു, ബാക്കിയെല്ലാം പിടിച്ചോ. ഇങ്ങനെയായിരുന്നു നീ ഞാനിത് മാറ്റുന്നൊന്നുമില്ല കേട്ടോ, ഇതിനകത്ത് തന്നെ റെഡിയാക്കാൻ പോവാം. അത് പിന്നെ അറിയാമല്ലോ. ഭയങ്കര മടിയുള്ള കൂട്ടത്തിൽ സമയം ജീരകം ഇട്ടിട്ടുണ്ട് കാറ്റാനായിട്ട്. ജീരകം കുട്ടി നേരത്തെ കറിവേപ്പില കുട്ടി കുറച്ച് കഴിഞ്ഞ് ഇത്രയും ഐറ്റംസ് കൊട്ടാൻ പോവാണ്. ഏലക്കായ ഇട്ട് വെച്ചിട്ടുണ്ട്, അതിനിട്ടു. 3 പച്ചമുളക് നന്നായി കീറി വെച്ചിട്ടുണ്ട്, അതിനിട്ടു. ഗ്രാമ്പു, ദെൻ പട്ട പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇതല്ലേ അമ്മ ഗ്രാമ്പു? പട്ട, തക്കാളി ഇടാറായിട്ടില്ല, ആവുന്നേ ഉള്ളൂ. തക്കാളി പതുക്കിയായിരുന്നു, ഒരു മണം വരുന്നുണ്ട്. പറിക്കോ? അരിപ്പൊടി, ജീരകം, തക്കാളിയും കൂടെ എനിക്ക് സൗണ്ട് മാറിയിട്ട് ഞാൻ കാണിക്കാവേ. അണ്ടിപ്പരിപ്പ് മുന്തിരി നമ്മൾ ഇടുന്നുണ്ട്, ഒരു പാക്കറ്റും കൂടെ ഇടുന്നതുണ്ട്. 4 കിലോ ആണ് ഒരു പാക്കറ്റിനകത്ത്. ഈശോ ഒറ്റ ദൈവമല്ലേ ഉള്ളൂ അല്ലേ, അപ്പം എല്ലാ ദൈവത്തെയും വിളിക്കാല്ലേ. ഇനി നമ്മൾ കുറച്ച് ബിരിയാണി മസാല കൂടെ ചേർത്താണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഗരം മസാല ഇടുന്നില്ല കേട്ടോ. ഗരം മസാല, മല്ലിപ്പൊടി, ഒരു മസാല ഇടുന്നില്ല. ഇത് മുളക് പൊടിയൊന്നും വേണ്ടല്ലോ. ഇനി ലൈറ്റായിട്ട് മുളക് പൊടിയും വേണം. നല്ല കളർ മാറിയില്ലേ? ഇനി തെറിക്കോ? മതിയാവൂടെ? എരിവ് കൂടണം. കൂടുമെന്നാണ് പേടി. എരിവ് കൂടിയാൽ പിന്നെ ഇങ്ങനെ കഴിക്കാം. കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ ആ മുട്ടയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. കടുത്ത കളർ മാറാൻ മുട്ടയൊക്കെ അങ്ങ് തിരിച്ചും മറിച്ചും കമത്തൊക്കെ ചെയ്യും. മസാല ഒന്നും പിടിക്കുമല്ലോ. മഞ്ഞൾപ്പൊടി എവിടെ? ഇതിൻ്റെ കളറൊന്ന് മഞ്ഞപത്രം, മഞ്ഞപത്രത്തിൽ മഞ്ഞപ്പൊടി. ഏത് പാത്രത്തിൽ മഞ്ഞളിട്ട് വെച്ചാലും മഞ്ഞൾപ്പൊടി കളറാവും. ആവോ? മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്ത് മൊത്തം സ്റ്റിക്കറിൽ അങ്ങനത്തെ പാത്രത്തിലൊക്കെ ഇട്ടാ ഐ ഡോണ്ട് നോ, ഞാൻ നിന്നോട് തർക്കില്ല. എന്താ ഭയം ഓർക്കട്ടോ. എന്താ എടുത്തു വെച്ചു കളിക്കുക. കുറച്ച് മതി. ബിരിയാണി മസാല ഇട്ടില്ലേ? ഇത് കുറവാ. ഇത് കാശ്മീരി അല്ലാത്തതുകൊണ്ട് അല്ലേ? ഒരു നിമിഷത്തേക്ക് നമ്മൾ എല്ലാം കൂടെ ഒന്ന് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഒരു നിമിഷം നേരം ഇതിങ്ങനെ. ആ ടൈമിൽ അരിയുടെ പരിപാടി നോക്കാം. ഇതാണോ അരി? ഇതല്ലേ? ഇതാണ് കേട്ടോ നമ്മുടെ അരി. നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടേ. വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ആദ്യം അരി ഇട്ടിട്ടല്ലേ വെള്ളം ഒഴിക്കണ്ടേ? 2 പാത്രം വേണോ? 1.5 പാത്രമല്ലേ എടുത്തുള്ളൂ അരി? അരപ്പാത്രമല്ലേ, 3/4 പാത്രമല്ലേ എടുത്തുള്ളൂ? 2.75. എടുത്ത അരി എത്രയാണോ അതിന്റെ ഇരട്ടി വെള്ളം. 3.5. ഇതിന് 3/4 പാത്രം അരിയല്ലേ നമ്മൾ എടുത്തത്, അപ്പൊ ഇതിന്റെ 2 ഇരട്ടി വെള്ളം. 3/4 1.5. 1 ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം. മനസ്സിലായോ? ഇതെടുത്തില്ല, പൊട്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. നോക്കാം. ഈ ഷെഫിനെ കാട്ടും. വേറൊരു ഷെഫുണ്ട്, ഷെഫ് ചോല. അപ്പോൾ പോരെ? മതിയോ? എനിക്കിങ്ങനെയൊന്നും അറിയില്ല.
ലേശം ഉപ്പ് കൂടെ ഇട്ട് ഒരിറ്റ് മതി കേട്ടോ, മതി. ഇനി അപ്പോൾ ഈ അരിയൊന്നുമില്ല. അരിപ്പൊടി ജീരകം അമ്മിയിലിട്ട് അരയ്ക്കാം, നമുക്ക് അരച്ചിട്ട് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടോ എന്ന് ഷെഫ് ഒന്ന് നോക്കട്ടെ, നോക്കിയിട്ട് ഞാനൊന്ന് പറയാം. ഒരു മണവും കാണുന്നില്ല. തീ കൂടെ മസാല ഇട്ടോ. വലിയ എരിവിൻ്റെ അംശങ്ങളൊന്നും കണ്ടില്ല. അങ്ങോട്ട് ലേശം മസാല കൂടെ കൂട്ടി കൊടുക്കാം. ലേശമാ? നീ ഇങ്ങനെ എല്ലാത്തിനും ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്യല്ലേ മോനോ? അല്ല സാർ. ആ എന്താ ഭയം ഓർക്കട്ടോ. അരി കൊണ്ടുപോയി എന്തൊക്കെ ചെയ്യണ്ട്? അരി കഴുകാണ്. ഞാൻ എന്തൊക്കെയോ എടുക്കുന്നുണ്ട്. ടൂൾസും ഇല്ല അവിടെ, എൻ്റെ മണ്ണിക്ക് തരുമോ? നേരത്തെ ഇട്ട് വെച്ചല്ലോ. അരിപ്പൊടി അരയ്ക്കാം. നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ഈ പാട്ട് क्या देख बोल को ताला बाती का पुता कुटुंबा അരി അതിനകത്തോട്ട് കൊട്ട വിക്ഷേപിക്കാം. അരി വിക്ഷേപണത്തിൽ 1ാം സ്ഥാനം എൻ്റെ അമ്മ. എന്തിൻ്റെയോ അടിയുടെ വെള്ളം കറക്റ്റായത് മറ്റുള്ള വെള്ളം വേണ്ട. ഉള്ള അരി മാത്രം മതി. അവിടെ അരിയേ ഉള്ളൂ പടാ. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. ഈ പാവത്ത് ഇങ്ങനെ സങ്കടപ്പെടുത്തിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഞാൻ അടുത്ത് വയ്ക്കും. പിന്നെ നമുക്ക് ഇത് ഈറ്റുന്ന കാണാം, അവസ്ഥ അറിയാം. അല്ലെങ്കിൽ താവുന്ന കാണാം, അല്ലെങ്കിൽ ഈറ്റുന്നത് കാണാം. അതായിരിക്കും അടുത്തൊരു ചിന്ന ബ്രേക്ക്. നമുക്ക് എന്തായെന്ന് നോക്കിയാലോ. നല്ല മണമൊക്കെ വന്നു ഇടയ്ക്ക്. 2 വിസിലോളം നമ്മൾ വെച്ചു. ഫ്രണ്ട്സ് ഇതാ നമ്മൾ നമ്മുടെ വിസിലൊക്കെ ഉണ്ടാവോ നോക്കി. വിസിൽ എന്തെങ്കിലും ആയിരുന്നത് ഫ്രണ്ട്സ് ഇതാ നമ്മൾ വിസിലുണ്ടോ നോക്കി തുറക്കുകയാണ്. നമുക്ക് എന്തായി നോക്കാം. മണവും ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സൂപ്പർ, നല്ല നല്ല മണം. പ്രതീക്ഷിച്ചതിന് മേലെ അതുക്കും മേലെ. വെരി നൈസ്. അപ്പൊ നമ്മളെ കൊണ്ടും നമ്മുടെ പഴയ കിച്ചണിട്ടതിനെക്കാട്ടിലും ഒത്തിരി കൂടെ നമ്മള് ഫസ്റ്റ് ആയിട്ട് നോക്കിയതാണ് കേട്ടോ. കിട്ടുമോ എന്ന് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പഴയ കിച്ചണിൽ അടിപൊളി കളറ്, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാൻ. വെരി നൈസ്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ബാക്കി കൂടെ സലാഡ് കാര്യങ്ങൾ സെറ്റാക്കാം. ഓക്കെ, സലാഡ് സെറ്റാക്കി നല്ല വേണം. അപ്പൊ ഞാൻ കട്ട് ചെയ്യാം. അതിനിടയ്ക്ക് നമ്മൾ സലാഡിന് വേണ്ടി ക്യാരറ്റ് എടുത്തപ്പോൾ ഒരു വെറൈറ്റി കാഴ്ച. ഒരു കുഞ്ഞൻ ക്യാരറ്റ് എൻ്റെ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ എത്ര തന്നെ ഉണ്ട്? ഏകദേശം എന്താ ഇന്ന് നടുക്കത്തെ വയറിലിൻ്റെ അത്ര തന്നെ ഉള്ളൂ. ഒരു വയറിലിൻ്റെ അത്രയുള്ള ചെറിയ കുഞ്ഞൻ ക്യാരറ്റ്. കാണുമ്പോൾ ഇത്തിരി വലുതായി തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല ചെറുതാണ്. ഇത്രയേ ഉള്ളൂ. ഇത് എത്രയാണ് ലെങ്ത് ഉണ്ട്? ഇത് വെച്ച് നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര ചെറിയ ക്യാരറ്റ് ഒരു സ്പെഷ്യൽ കാഴ്ച. ഇതവിടെ അടുത്ത ക്യാരറ്റ് ഇതാക്കുന്നുണ്ട് നമ്മുടെ സലാഡ് മേക്കർ കിങ്. അയ്യടി വനമേ, എത്രയും കൊതിയോ. ആയിക്കോട്ടെ, ഞാൻ ഈ ഇടയ്ക്കൊന്ന് കുളിച്ചിട്ട് വന്നു കേട്ടോ. ഓ, ഡ്രസ്സ് ഇങ്ങോട്ട് മാറിയില്ലേ? ഇതിൻ്റെ ടേസ്റ്റ് നോക്കുമ്പോൾ ഞാനൊരു രഹസ്യം. ശരി, ടേസ്റ്റ് നോക്കൂ ഫസ്റ്റ്, എന്നിട്ട് പറയുമോ എങ്ങനെയുണ്ട്. ഓക്കെ ആണോ, നന്നോ? അതിനിടയ്ക്ക് നമ്മളൊരു സലാഡ് റെഡിയാക്കി. പിന്നെ ഇത് നമ്മുടെ വെളുത്തുള്ളി കേട്ടോ, നമ്മുടെ സ്വന്തം വെളുത്തുള്ളി, മുത്തമണി പോലെ അല്ലിയുള്ള നമ്മുടെ വെളുത്തുള്ളി. എങ്ങനെയുണ്ട് ഫുഡ് പറയൂ. സലാഡ് പൊടി. അപ്പോൾ ബിരിയാണി മോശമാണോ? വെളുത്തുള്ളി നമ്മൾ ടേസ്റ്റ് നോക്കിയതുകൊണ്ട് വെളുത്തുള്ളിയും പൊടിയാണ്. മുഴുവൻ ഞാൻ ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ മുഴുവൻ പൊളി ആയിരിക്കുമല്ലോ, പൊളി ആവണമല്ലോ. ആയിക്കോട്ടെ, ബിരിയാണിയും പൊടിയാണ്. പിന്നെ ടേസ്റ്റ് മാസ്റ്റർ നമ്മുടെ കിച്ചൂസ് പോലെ കുഴപ്പമില്ല. പിന്നെ ഒരു രഹസ്യം. എന്താണ് രഹസ്യം? പറയൂ. നമ്മുടെ
ബസ്മതി റൈസ് ഒന്നുമല്ല, നമ്മൾ നോർമലി ചോറ് വയ്ക്കുമല്ലോ പൊന്നിയരി, അത് നമ്മൾ കള്ളാ. രാവിലെ എനിക്ക് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് 1000 പറഞ്ഞപ്പോൾ മൈ സ്വീറ്റ് മമ്മി തട്ടിക്കൂട്ടി വേഗം ഉണ്ടാക്കി തന്നാണ്. ഇപ്പം പെട്ടെന്ന് വന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയി ബിരിയാണി അരി സംഘടിപ്പിക്കാറുണ്ട്. വീട്ടിനകത്തുണ്ടായിരുന്ന പൊന്നരി. പക്ഷേ എങ്ങനെയുണ്ട്, അതേ ബിരിയാണിയുടെ സ്റ്റൈലിൽ തന്നെ ഏകദേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ ഈ കടയിലൊക്കെ കിട്ടിയ ഒരു ബിരിയാണി എന്താ പറയുക, സാധാരണ ബിരിയാണി ആ റേഞ്ചിൽ തന്നെ വന്നത്. റൈസ് ആയിരിക്കില്ല, അതെ ഏകദേശം ഇങ്ങനത്തെ ആയിരിക്കും. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ റേഞ്ചിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലേ. എന്തായാലും ഹെൽത്ത് ഈസ് ഫുഡ് ഈസ് മമ്മീസ് ഫുഡ് ഈസ് ഹെൽത്ത് ഈസ് ഫുഡ്. ഓക്കെ, വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലത്. മമ്മി ഫുഡ് ആരോഗ്യത്തിന്റെ രഹസ്യവും ഇങ്ങനത്തെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡുകളാണ്. നല്ല. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് നമ്മൾ എന്താ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ, കമൻറ്റ്. ബൈ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നതാണ്. പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം കിച്ചോസ് KR. ബൈ. എല്ലാവരും നമ്മുടെ ഷോർട്സൊക്കെ കണ്ടൊന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറഞ്ഞ് ഞങ്ങളെ സഹായിക്കുക. വീണ്ടും ആ സബ്ബൊക്കെ ഒന്ന് കൂടാൻ എല്ലാവരും കഴിച്ചോളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണേ, സഹായിക്കണം. എനിവേ താങ്ക് യു.